ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പോലീസിനെ ഫോണിൽ വിളിച്ചു മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ പോലീസിനെ വിളിച്ചു പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെയും കോളാണ് സാർ. ഈ കോളൊന്ന് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ, റെക്കോർഡ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ സാർ കേൾക്കും. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയൂ സുഹൃത്തേ. സാറേ, എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത്? ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്തെ ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണോ? അതെ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോ എന്റെ ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ചവിട്ടി കൊല്ലാൻ നോക്കിയ ആളിനെ ഞാൻ എതിർത്ത് മാറ്റി. ആ പേരിൽ എന്റെ ഭാഗം മാത്രം നിന്ന് കേസെടുത്തു. ഞാൻ ആ ഒരു ഞാൻ അല്ല, നിങ്ങളുടെ വൈഫ് താമസിക്കുന്നത് ഇടുക്കിയിലാണോ? അതെ, ഇടുക്കിയിലാണ്. ഇടുക്കി. നിങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത്? അതെ, ഞാൻ തിരുവനന്തപുരത്ത്. അവിടെ എല്ലാം അല്ലേ? അതെ സാർ, ഇതെന്റെ മരണമൊഴിയായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പൊ ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ്. 49 ദിവസം എന്നെ ജയിലിലാക്കിയതും 17 ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിലാക്കിയതും തിരിച്ചു കിട്ടുമോ? ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമോ? വിനോദ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ, ഇങ്ങനെ ഒരു ഫോൺ കോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് അടക്കം വരുന്നു. അതിനുശേഷം ഈ യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. പോലീസ് ഇയാളെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നോ അതിനുശേഷം? രഞ്ജിത്ത്, വെങ്ങാനൂർ സ്വദേശിയായ അമലാണ് പോലീസിനെ ഇങ്ങനെ ഫോൺ ചെയ്ത ശേഷം ആത്മഹത്യ ചെയ്ത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ തൊടുപുഴ സ്വദേശിയാണ്. രണ്ടാം വിവാഹമാണ് അമലിന്റെ. ആ യുവതിയുടെയും രണ്ടാം വിവാഹമാണ്. ഈ ആദ്യത്തെ ഭർത്താവ്, യുവതിയുടെ ആദ്യത്തെ ഭർത്താവും അമലുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വീട് കയറി ആക്രമിക്കാൻ വന്നപ്പോൾ അമൽ അതിനെ ചെറുത്തു. പക്ഷേ അമലിനെ ആ കേസിൽ പ്രതിയാക്കി പിന്നീട് ജയിലിലടക്കി റിമാൻഡിൽ വിടുകയും പിന്നീട് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന പേരിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു എന്നാണ് യുവാവ് ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. തനിക്ക് നീതി ലഭിക്കുന്നില്ല. 3 മക്കളുണ്ട്. ആദ്യത്തെ വിവാഹത്തിലെ 2 കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ വിവാഹത്തിലെ 1 കുട്ടിയും. ഈ 3 കുട്ടികളുടെയും കാര്യം സർക്കാർ ഏറ്റെടുക്കണം. തനിക്ക് മറ്റു മാർഗമില്ല. നേരത്തെ ഉണ്ടായ അപകടത്തിൽ കാലിന് വലിയ പരിക്ക് പറ്റുകയും കമ്പി ഇടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാനും പോലീസ് അദ്ദേഹത്തോട് ഉപദേശിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാനും ഇങ്ങനെ അന്യായമായി ജയിലിലടച്ചെങ്കിൽ അതിനെതിരെ നിയമപരമായി പോരാടണമെന്നുമാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല. കുട്ടികളെ നോക്കാൻ കഴിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ല. തന്നെ റിമാൻഡിൽ വിടുകയും അതോടൊപ്പം തന്നെ ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു. ഇങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോൺ ചെയ്യുന്നത്. പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ ഫോൺ കോളിൽ അടക്കം അദ്ദേഹം പറയുന്നത് തനിക്ക് പോലീസിൽ നിന്ന് ദുരിതം നേരിടേണ്ടി വരുന്നു. നിരപരാധിയായിട്ട് കൂടി കള്ളക്കേസിൽ താൻ ജയിലിലടക്കപ്പെട്ടു. തൊടുപുഴ CA ആണ് തന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്തത് എന്ന് വിഴിഞ്ഞം പോലീസിനെ അറിയിച്ച ശേഷമാണ്. വെങ്ങാനൂർ സ്വദേശിയാണ്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അദ്ദേഹം. ശരി വിനോദ്, മറ്റൊരു വാർത്തയും വിനോദ് നൽകേണ്ടതുണ്ട്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ വീണ്ടും കർശന നടപടിക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പോക്സോ പീഡനം, വിജിലൻസ് കേസ് ഉൾപ്പെടെ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരം ശേഖരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. എന്താണ് വിനോദവുമായി ബന്ധപ്പെട്ട വിവരം? ഇന്നലെ മുതൽ തന്നെ നിരവധി സ്റ്റേഷനുകളിൽ നടപടികൾ ആരംഭിച്ചിരുന്നുവല്ലോ. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പോലീസുകാരെ പുറത്താക്കത്തക്ക രീതിയിലെ കാര്യങ്ങൾ നീക്കുകയാണോ DGP? രഞ്ജിത്ത്, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർക്കെതിരെ കർശനമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് ആസ്ഥാനവും ഇപ്പോൾ സ്വീകരിക്കുന്നത്. പോലീസുകാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ. തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത്. മംഗലപുരം സ്റ്റേഷൻ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 30 ഉദ്യോഗസ്ഥർ ആകെ ഉള്ളതിൽ അതിൽ 6 പേരും സസ്പെൻഷനിൽ പോയി. മറ്റ് 24 പേരെ അവിടെ നിന്ന്
സ്ഥലം മാറ്റുകയും ചെയ്തു. അതായത് ഒരു സ്റ്റേഷനിൽ ഒരു ആളെ പോലും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ DGP ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതും. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പട്ടികയും പോലീസ് ആസ്ഥാനത്തിന് കൈമാറണമെന്നാണ് യൂണിറ്റ് മേധാവിമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പോക്സോ കേസുണ്ട്, മറ്റ് പീഡന കേസുകളുണ്ട്, അതോടൊപ്പം തന്നെ സ്ത്രീധന പീഡന കേസുകളുണ്ട്, മറ്റ് ക്രിമിനൽ കേസുകൾ, മണൽ മാഫിയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികളായിട്ടുള്ള പോലീസുകാരുടെ മുഴുവൻ വിവരവും പോലീസ് ആസ്ഥാനത്തിന് കൈമാറണമെന്നാണ് DGP നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നേരത്തെ ഉള്ള ഒരു പട്ടികയുണ്ട്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.